പുത്തൻകുരിശ് മലയക്കുരിശിൽ 2 സ്ത്രീകളും ഒരു കുഞ്ഞും മാത്രമുള്ള കുടുംബത്തിന്റെ വീട് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്തു. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം അടയ്ക്കണമെന്നാണ് സ്ഥാപനം ആവശ്യപ്പെടുന്നതെന്ന് കുടുംബം പറഞ്ഞു. വിഷ്ണു ചേരുന്ന വാർത്തയുടെ വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് ഈ പണം എടുത്തത്? എത്രത്തോളമുണ്ട്? എത്ര പൈസ അടച്ചു? പലിശ സഹിതമുള്ള കാര്യങ്ങൾ എന്താണിപ്പോൾ ധനകാര്യ സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഒരു പെരുവഴിയിലേക്ക് പോകേണ്ട ഒരവസ്ഥയാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? പ്രജീഷ, നിലവിൽ ഈ കുടുംബം പെരുവഴിയിലാണ്. 2 സ്ത്രീകളും ഒരു വയസ്സ് മാത്രമുള്ള ഒരു കൈക്കുഞ്ഞുമാണ് ഇപ്പോൾ ഈ ഒരു ദുരവസ്ഥയിൽ പെട്ടിട്ടുള്ളത്. 2019 ഈ വീട്ടുടമയായിട്ടുള്ള സ്വാതി ഒരു 5 ലക്ഷം രൂപ ഇവിടെ സമീപത്ത് തന്നെയുള്ള മണപ്പുറം ഫിനാൻസേഴ്സ് എന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പലിശയായി എടുക്കുന്നത്. പിന്നീട് പല തവണകളായി അതിന്റെ 3,95,000 രൂപ വരെ അവർ പല തവണകളിലായി അടച്ചു. അതിനുശേഷം ഈ സ്വാതി ഗർഭിണിയായ സമയത്ത് സ്വാതിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു. അതോടുകൂടി ഈ പണം തിരിച്ചടക്കുന്നത് അതിലൊരു ചെറിയ മുടക്ക് സംഭവിച്ചു. അതിനുശേഷം തിരിച്ചടവ് പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ തവണകളെല്ലാം ഇങ്ങനെ ബാങ്കുകൾ ഇവിടേക്ക് എത്തി ഇവർക്ക് ഈ പൈസ തിരിച്ചടക്കണമെന്നൊരു ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇവർ അവരുടെ അവസ്ഥ പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ നവംബർ തൊട്ട് ഇപ്പോൾ സ്വാതി ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ജോലിക്ക് പോയി അതിൻ്റെ തവണകളായി തന്നെ ഓരോ മാസവും ഇത്ര പൈസ വെച്ച് EMI ഗഡുക്കളായി ആ പൈസ തിരിച്ച് അടയ്ക്കാമെന്നൊരു ആവശ്യം ബാങ്കിന് മുന്നിൽ പറയുകയുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. തുടർന്ന് ഇന്നിപ്പോൾ ബാങ്ക് എത്തി. ഇവിടെ അമ്മയും കുഞ്ഞും മാത്രമുള്ള സാഹചര്യത്തിൽ സ്വാതി ആ സമയം ജോലിക്ക് വേണ്ടി പുറത്തു പോയിരിക്കുമായിരുന്നു. ആ സമയത്ത് ബാങ്ക് നടപടികളുമായി എത്തി, പോലീസിനെ അടക്കം കൂട്ടിയെത്തി ഇവർ ബാങ്ക് ഈ വീട് ജപ്തി ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ചേച്ചി, ഇത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് പൈസ എടുക്കുന്നത്? അത് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അത് ഞാൻ മുടങ്ങാതെ അടച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഇത് മുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ നവംബർ ലീവിന് ഉണ്ടായി കഴിഞ്ഞ് 4 മാസം ആയി നവംബർ തൊട്ട് ഞാൻ ജോലിക്ക് പോയപ്പോൾ ഇവരെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് അതിന് അടച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ അടയ്ക്കാൻ പറ്റില്ല, ഒരുമിച്ച് അടയ്ക്കണമെന്ന് പറഞ്ഞു. അതിന് തവണകളായിട്ട് അടയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിന് മുന്നേ MLA നെ MP നെ ബെന്നിബാനാൻ സാറിനെ അതുപോലെ തന്നെ ശ്രീനിധൻ സാറിനെ പോയി കണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു പ്രൈവറ്റ് ബാങ്ക് ആയതുകൊണ്ട് ഒരു പരിധി ഉണ്ട്, അവർക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു. 2 തവണ ഇതിന് മുന്നേ ഇവരുടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മെമ്പറൊക്കെ ഇടപെട്ട് അവർ പറഞ്ഞു വിടുക ചെയ്തത്. പിന്നെ ഇന്ന് ഞാൻ ജോലിക്ക് പോയേക്കുമായിരുന്നു. അപ്പം ഇവർ ലോൺ എടുത്ത സമയത്ത് എന്നോടൊരു 5 ചെക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചെക്ക് അത് ഫയൽ ചെയ്തിട്ടുണ്ട്. പൂനെയിൽ പോയിട്ട് അവരത് കേസ് ഫയൽ ചെയ്തേക്കാണ് എനിക്കെതിരെ. അപ്പം അത് പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ അമ്മ വേഗം ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ കുഞ്ഞും അമ്മ ഇറങ്ങി. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും അവർ സീൽ ചെയ്തായിരുന്നു. ഈ പൈസ നിങ്ങൾ അടയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞവരോട് എനിക്ക് EMI ആയിട്ട് ഒരുമിച്ച് അടയ്ക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല. എൻ്റെ കയ്യിലൊരു ഗോൾഡ് കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് പണയം വെച്ച് ലോൺ അടയ്ക്കാനൊന്നുമില്ല. അപ്പം ഞാൻ ഒരുമിച്ച് അടയ്ക്കാൻ പറ്റില്ല, EMI ആയിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു അങ്ങനെ അടയ്ക്കാൻ പറ്റില്ല, ഈ തുക ഒരുമിച്ച് അടയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയണത്. ഇപ്പോൾ ഇവിടെ സ്ഥലത്ത് ഈ വാർഡ് മെമ്പർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പൊക്കെ ഈ ബാങ്കുകാർ വന്നപ്പോഴും അവരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലേ? ബാങ്കുകാരായിട്ട് നമ്മൾ ഒരു തവണ സംസാരിച്ചിരുന്നു. അവർ നമുക്കൊരു 3 മാസത്തെ സമയം തന്നിരുന്നു. പക്ഷെ നമുക്ക് വിചാരിച്ച രീതിയിൽ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇന്ന ഡേറ്റിൽ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാതി ജോലിക്ക് പോയ സമയത്താണ് ബാങ്കുകാർ വന്നു. അന്നേരം പ്രായമായ അമ്മയും കുഞ്ഞും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പോലീസിനെയും കൂട്ടിയാണ് വന്നത്. അപ്പോൾ അമ്മ പെട്ടെന്ന് പേടിച്ചു പോയി. അങ്ങനെ അമ്മ വിളിച്ച് പറയുമ്പോഴാണ് സ്വാതി ഇവിടെ വരണതും. അതിനുശേഷം സ്വാതി വിളിക്കുമ്പോഴാണ് ഞാനൊരു 5:30 ഇവിടെ എത്തുന്നത്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനുശേഷം MLA ഈ കാര്യം അറിഞ്ഞ് ഇവിടെ വന്നിരുന്നു. MLA ബാങ്കുകാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ MLA പറഞ്ഞത് നമ്മൾ ഈ സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള ഒരിത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് എത്രയും പെട്ടെന്ന് കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യാനാണ് അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ സമയം പറഞ്ഞിട്ടുണ്ടോ? അടയ്ക്കേണ്ട തീയതിയോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് തന്ന അവധികളെല്ലാം കഴിഞ്ഞല്ലോ. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വീടടക്കം വിൽക്കാനുള്ളൊരു ശ്രമമൊക്കെ ഇതിനിടയിൽ നടത്തിയിരുന്നില്ല? അങ്ങനെ കടം വീട്ടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കച്ചവടം നടക്കും എന്നുള്ളൊരു ഇതുവരെ വന്നു. പിന്നെ എന്തോ പേപ്പറിൻ്റെ എന്തോ മിസ്റ്റേക്ക് കാരണം അത് കച്ചവടം ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇനിയിപ്പോൾ നിലവിലിപ്പോൾ ഈ ഒരു കുടുംബത്തിന് പോകാൻ മറ്റൊരു മാർഗമില്ല. ഇവിടെ ഒരു പ്രായമായിട്ടൊരു അമ്മയും ഇതുപോലെ സ്വാതിയും പിന്നെ അവരുടെ തന്നെ ഒരു കൈക്കുഞ്ഞുമാണുള്ളത്. അമ്മ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ രാത്രി എനിക്കറിയില്ല സാർ, എങ്ങോട്ട് പോകേണ്ടത് എനിക്കറിയാം. നമ്മൾ ഇതിനകത്ത് ഇവിടെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അല്ലാണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ല. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത്തെ സുഖമില്ല. കൊച്ചിനെ കണ്ട് ഇവിടെ തന്നെ കിടക്കാം, അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല എങ്ങോട്ടും ഇറങ്ങി പോകാനായിട്ട്. മരുന്നൊക്കെ അതിനകത്ത്
എനിക്ക് ഹാർട്ടിലേക്ക് ബ്ലഡ് കട്ട പിടിക്കുക. അപ്പോൾ അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. പഴങ്ങനാട് മരുന്നതിനകത്തായി ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാം. എനിക്ക് ഇവർ പറഞ്ഞു എൻ്റെ പിള്ളേനെ നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ ഇത് വലിയ കേസാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഒരു ശ്വാസം മുട്ടും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കുഞ്ഞും എൻ്റെ കയ്യിലായി. അത് കാരണം എനിക്കൊന്നും എടുക്കാനും പറ്റിയില്ല. ഒന്നും എടുത്തില്ല, മരുന്നൊന്നും എടുത്തില്ല. ഒക്കെ അതിനകത്തിരിക്കുക. എനിക്ക് വർത്തമാനം പറയുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടൽ പോലെ. എനിക്ക് 2-3 ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട് ആശുപത്രിയിൽ പോകാൻ പോലും നിവർത്തിയില്ലായി. എൻ്റെ കൊച്ചു ഒരാൾ കൊണ്ടുവന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും, കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തും. അത് തന്നെ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അവളോട് പറയാറില്ല. അതിന് ഈ ഓരോ കാരണം സുഖമില്ല. അതിന് ഈ പറഞ്ഞ പ്രസവിച്ചിട്ടാണ് ഓപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞ് 4-ാം മാസം തൊട്ട് അത് ജോലിക്ക് പോയി തുടങ്ങി. ഈ കൈക്കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് നോക്കാതിരിക്കാൻ പറ്റില്ല. വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. പ്രതീക്ഷ, തീർച്ചയായും വേറൊരു മാർഗമില്ലാതെയാണ് ഇപ്പോൾ ഈ ഒരു കുടുംബം ഈ വീടിന്റെ വരാന്തയിൽ തന്നെ ഇരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി പോലീസും കൂട്ടി ഈ ബാങ്കിൽ നിന്നുള്ള ജീവനക്കാരെത്തിയാണ് ഈ വീട് പൂട്ടി പോകുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. ഏതായാലും അവരുടെ മരുന്നടക്കമുള്ള ജീവിക്കാൻ വേണ്ട അടിയന്തരമായി വേണ്ട കാര്യങ്ങളടക്കം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അവർക്കൊന്നും പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയമായിട്ടും അവർക്ക് നൽകിയത് അതിദയനീയമാണ്. അടിയന്തരമായൊരു ഇടപെടൽ വേണ്ട ആവശ്യമാണ്. പുത്തൻകുരിശ് മലയക്കുരിശിൽ 2 സ്ത്രീകളും ഒരു കുഞ്ഞും മാത്രമുള്ള വീടാണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത് രാത്രിയിൽ അവർ എങ്ങോട്ട് പോകുമെന്നടക്കമുള്ള ആശങ്ക നിലനിൽക്കുകയാണ്.